വയനാട്ടിലെ ദുരന്ത വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ന്യൂസ് ചാനൽ വഴിയും യൂട്യൂബ് വഴിയും ഒക്കെയാണ് കൂടുതലും നമ്മൾ ഈ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഈ സമയത്ത് നല്ല കാര്യത്തിനും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതായിട്ട് നിലവിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ കാണിക്കാം. ഇതാണ് ആ പോസ്റ്റ്. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ വൈഫ് റെഡിയാണ്. ഒരു പൊതുപ്രവർത്തകൻ ഇട്ട കമൻ്റാണ്. വയനാടുള്ള അമ്മമാർ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടൊരു പൊതുപ്രവർത്തകൻ ഇട്ട ഒരു പോസ്റ്റാണിത്. അതിന് ഒരുപാട് പോസിറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. എന്നാൽ ആ പോസ്റ്റ് ഒരുപാട് റീച്ച് ആവുകയും ഒരുപാട് പേരിലേക്ക് എത്തുകയും സോഷ്യൽ മീഡിയ ആ പോസ്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പോസ്റ്റിനെ ദുരുപയോഗം ചെയ്യാൻ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്ന ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിലെ കമൻ്റ് വഴി ചെയ്യുന്ന ചില ഞരമ്പന്മാർ എന്ന് വേണമെങ്കിൽ പറയാം മുൻകൂട്ടി. അങ്ങനെ മഹാമാന്യനായ സമൂഹത്തിൽ കുറച്ചധികം പ്രായമുള്ള ഒരു വലിയ മനുഷ്യൻ്റെ ആവശ്യം ആണ് പിന്നീട് ആ കമൻറ്റ് ബോക്സിൽ വന്നത്. ആ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റ് ഇങ്ങനെയാണ്. ജോർജ് KT എന്നാണ് ആളുടെ അക്കൗണ്ടിൻ്റെ പേര്. എനിക്ക് ആവശ്യമുണ്ട്. ആ ഒരു തക്കതായ പോസ്റ്റിന് താഴെ വന്നൊരു കമൻ്റാണ് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ആൾക്ക് ആവശ്യത്തിലധികം കണ്ണൂരുകാർ പോയി നൽകിയിട്ടുണ്ട് എന്നാണ്. സോഷ്യൽ മീഡിയ വന്ന ഒരു പോസിറ്റീവ് പോസ്റ്റ്, അതും ഈ സമയത്ത്. എന്നാൽ അതിനെപ്പോലും നെഗറ്റീവായി ചിത്രീകരിക്കാൻ അതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ചില മനുഷ്യർ. എന്നാൽ ഈ പറയുന്ന ജോർജ് സാറിന് ഈ പറയുന്ന മുലപ്പാൽ ചോദിച്ചാൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് ചോദിച്ച ജോർജ് സാറിന് ആവശ്യത്തിലധികം കണ്ണൂരുള്ളവർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ഒരു ഫോൺ റെക്കോർഡിംഗ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. ജോർജ് ചേട്ടാ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞിരിക്കും. കടി കിട്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്നുള്ള വണ്ടി ഇരിക്കുവാണ്. ഇപ്പം വണ്ടി വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്ത് വേണം, ക്ഷമമാണെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയത്തില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ എന്നും എന്റെ സമയം നോട്ടും കൊണ്ട് അപ്രതീക്ഷിച്ചവരാണ്. ഞാൻ ഇന്നയാളെ പോസ്റ്റാണെന്ന് പോലും ഞാൻ കണ്ടില്ല. ഇന്നാണ് മനസ്സിലായത് ഇന്ന ആളാണ് ഈ പോസ്റ്റ്. ഈ പറയുന്ന ജോർജ് ഏട്ടത്തിന് ആവശ്യത്തിലധികവും കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലും ദുരന്തഭൂമിയായി നിൽക്കുന്ന വയനാട്ടിലേക്ക് പോകാൻ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ഒരു അമ്മ മുന്നോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനെപ്പോലും വകവയ്ക്കാതെ ചില നെഗറ്റീവ് കമൻറ്റുകൾ, ചില സാമൂഹിക ജീവിതത്തിൽ ജീവിക്കുന്ന ചില ഞരമ്പന്മാർ ഇങ്ങനെയുള്ള പോസ്റ്റുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറവുമായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അത് ഒരുപാട് പേരിലേക്ക് ഷെയർ ആവുകയും ഒരുപാട് പേരിലേക്ക് എത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുകയും ചെയ്ത ഒരു പോസ്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ന്യൂസ് ചാനൽ അവരുടേതായ ഒരു ബൈറ്റ് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരിയുടെ ഭർത്താവ് തന്നെയാണ് ആ ഒരു പോസ്റ്റ് ഇതിട്ടത്. അപ്പം അതിനെ തുടർച്ചയായിട്ടും എന്താ പറയുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഒരുപാട് പേര് അങ്ങനത്തെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങളാണ് വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്തഭൂമിയായ വയനാടിനെ, പഴയ വയനാടിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്
എല്ലാവരും ഈ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് പോലും സോഷ്യൽ മീഡിയ നല്ലതിനും അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ദയവ് ചെയ്ത് ഒഴിവാക്കുക എന്നതാണ് വേണ്ടത്. ആ മീഡിയയിൽ അമ്മയുടെ വാക്കുകളും ഭർത്താവിൻ്റെ വാക്കുകളും ഒക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ എത്രത്തോളം മനസ്സറിഞ്ഞ് തന്നെയാണ് ആ സഹായത്തിന് അല്ലെങ്കിൽ ആ ഒരു ദുരന്തമുഖത്തേക്ക് ഇങ്ങനൊരു സഹായമായി പോവുക എന്നത് അവർ മനസ്സറിഞ്ഞ് ചെയ്ത ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് ആ വോയിസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാനൊരമ്മയാണല്ലോ, അപ്പം എൻ്റെ കുഞ്ഞ് വിശന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കരഞ്ഞാൽ നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും. അപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാനതേ വിചാരിച്ചുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ നമുക്ക് വേറെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. മോന് 4 മാസം പ്രായം. അപ്പോൾ ഫെബ്രുവരിയിലാണ് അല്ലേ നിങ്ങളായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത് അല്ലേ? അതെ 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 ഞാനായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ്. അപ്പം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് എന്നാ പറയുന്നത്, ഈ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ്. ഒരു 5 മിനിറ്റ് അതിന് വിശപ്പടക്കി നിൽക്കാൻ പറ്റില്ല. ഒരു പരിധിയുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന്. എന്നിരുന്നാലും അമ്മയുടെ മുലപ്പാലിൻ്റെ അത്രയും വരില്ലല്ലോ. അപ്പോൾ ഒരാളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് വന്നത് തന്നെ. ഈ പോസ്റ്റ് വന്നതിന് ശേഷം അവിടുന്ന് വിളിക്കുകയാണോ ചെയ്തത്? ഇങ്ങനെ ആവശ്യമുണ്ട്, കുറേ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്? അതെ 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 രണ്ടുപേർ എന്നെ വിളിച്ചിരുന്നു, അവിടെ കുഞ്ഞുങ്ങളുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ യാത്ര തിരിച്ചത്. ഇല്ല രാവിലെ പോകത്തുള്ളായിരുന്നു. എത്ര മണിക്ക് പോകുന്നു? ഞങ്ങൾ 12 മണിയാകുമ്പോൾ പോകുന്ന. ഡ്രൈവറാണോ? അതെ 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 അതെ. എന്നാൽ ആ പോസിറ്റീവിനെ പോലും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റും അല്ലെങ്കിൽ അരോചകമായ രീതിയിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലെ കമൻറ്റോളികൾ എന്നറിയപ്പെടുന്നവർ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും ഇനിയെങ്കിലും മനസ്സിലാക്കുക, പണി അറിയാവുന്നവർ നാട്ടിലുണ്ട്. ഇതുപോലത്തെ കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവർ വീട്ടിൽ കയറി പണിയും. നിനക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യത്തിലധികവും അവർ തന്നിട്ട് പോവും. പിന്നീട് ക്ഷമയോ ക്ഷമാപണമോ മാപ്പോ അറിയാതെ ചെയ്തതാണ് അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവത്തുമില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ ഈ ഒരു സമയത്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ആയി ചിന്തിക്കുക, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുക. അതിനൊരു നെഗറ്റീവ് കമൻറ്റോ അതിനെതിരെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ആരെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ അതിനൊരു വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇട്ട് അതിനെ പരിഹസിക്കുകയോ ചെയ്യാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടതായിരിക്കും നിങ്ങളുടെയൊക്കെ ഗതി.